വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ തന്നെ ഒരു ചെറിയൊരു തിയറി പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 4-5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ഏരിയ. ഒബ്ജക്റ്റീവ്സും ചോദിച്ചിട്ടുണ്ട്, 1-2 തവണ ഒബ്ജക്റ്റീവ്സിനകത്തും ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് സി എഫ് ആറിനകത്ത് ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ സി എഫ് ആറിനകത്ത് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് വരുള്ളൂ. അത് നമുക്ക് സി എഫ് ആർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സി എഫ് ആറിൻ്റെ തിയറി പോർഷൻസ് പറയുന്ന നേരത്ത് ആ ചാപ്റ്റർ അത് നല്ലപോലെ പഠിച്ചാൽ ഇതിനകത്തൊന്നുമില്ല പഠിക്കാൻ തന്നെ ഒന്നുമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിനകത്തുള്ള കാര്യം കൂടെ പറയുന്നത് നിങ്ങൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മനസ്സിലായി? സോ ഡയറക്റ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്ററിൻ്റെ നെയിം തന്നെ നോക്കി, ദ ഫയലിംഗ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു MCA ഇൻ XBRL ഫോമാറ്റ്. അതായത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ നോക്കി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് എങ്ങനെയാണ് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്ന നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ ആദ്യം പഠിച്ച കോസ്റ്റ് ഓഡിറ്റ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിലും അത് കഴിഞ്ഞ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനകത്തും ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ഇതെല്ലാം ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം നമ്മൾ സംയോജിപ്പിച്ച് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്ത് കോസ്റ്റ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി. ഓക്കെ, ഈ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ MCAയിലോട്ട്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലോട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയിലോട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് അല്ലേ, അതായത് അവർക്ക് പാസ്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഫേംസിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യുന്ന നേരത്ത് അത് കുറച്ചും കൂടെ എളുപ്പമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവണം. വേണ്ടേ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. ദാറ്റ് മീൻസ് ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് MCAയിലോട്ട് സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന MCAക്ക് അല്ലെങ്കിൽ അതിലെ അതോറിറ്റിക്ക് അല്ലെങ്കിൽ അതിലെ ഓഫീസേഴ്സിന് കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആവണം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കോമൺ പോർട്ടലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ XBRL ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് MCAയിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം? XBRL ഫോർമാറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് XBRL ഫോർമാറ്റ്? നോക്കി, ദ XBRL സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. XBRL എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അതിനകത്ത് ഇറ്റ് ബിലോങ്ങിങ്സ് ടു XML, ദാറ്റ് മീൻസ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് XBRL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വരുന്നത്. XBRL മേക്സ് റിപ്പോർട്ടിംഗ് മോർ ആക്യുറേറ്റ് ആൻഡ് മോർ എഫിഷ്യൻറ്റ്. ദാറ്റ് മീൻസ് ത്രൂ XBRL നമ്മളൊരു സാധനം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുമാതിരിയുള്ള എല്ലാ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസും, അത് ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ സെക്ടേഴ്സിനകത്ത് കയറി വരുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ പോലും ഇതിനെല്ലാത്തിനകത്തും യൂസ് ചെയ്യുന്ന ഒരു സെർട്ടൻ ലാംഗ്വേജസ് ഉണ്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഈ പറയുന്ന നമ്മൾ നമ്മുടെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മുടെ കോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് എല്ലാത്തിനകത്തും അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിനകത്ത് എല്ലാത്തിനകത്തും അവർ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, ആ കോമൺ ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യണേ. അങ്ങനെ ഒരു കോമൺ ലാംഗ്വേജ് കൊണ്ടുവരുന്ന നേരത്ത് ആ കോമൺ ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സെർട്ടൻ വേർഡ്സ് ഉണ്ട്. ഓക്കെ, ആ വേർഡ്സിനെ നമ്മൾ ടാക്സോണമീസ് എന്നാണ് പറയുന്നത്. ടാക്സോണമി ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്. ആ ടാക്സോണമീസ് എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറിയാണ്. ഓക്കെ, ഓരോ വേർഡിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥം, ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സോണമി ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാനാണ്. ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് നമ്മളൊരു ജേണൽ എൻട്രി, ഒരു ട്രാൻസാക്ഷൻ അടിക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ വേർഡിൻ്റെ മീനിങ് അവർക്ക് മനസ്സിലായിട്ടാണ് അത് പ്രോപ്പറായിട്ട് P&Lലോട്ടാണോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോട്ടാണോ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ആണോ? അല്ലേ? ദാറ്റ് മീൻസ് അവിടെ കറണ്ട് അസറ്റ് എന്താണ്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ടാക്സിൻ്റെ പ്രൊവിഷൻ എന്താണ്, അങ്ങനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ വേർഡിനും അതിൻ്റേതായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ടാക്സോണമീസ് ഉണ്ട് അല്ലേ? ആ ടാക്സോണമീസ് അല്ലെങ്കിൽ ആ മീനിങ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് ചെല്ലണം. ആണോ? നമ്മളൊരു ജേണൽ എൻട്രി എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ജേണൽ എൻട്രി എൻ്റർ ചെയ്യുമ്പോൾ അത് ഡെബിറ്റിലോട്ടും ക്രെഡിറ്റിലോട്ടും കൃത്യമായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് P&Lനകത്തോട്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്തോട്ടോ പോകുന്നുണ്ട്.
ഓക്കെ, ഇതെല്ലാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ബേസിക് ആയിട്ട് കയറി വരുന്ന ഒരു കോമൺ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയും അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. XBRL എന്ന് പറയുന്ന എക്സ്റ്റൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാവണം. സോ നിങ്ങൾ ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും കുഴപ്പമില്ല, ടാലിയോ, പീസ്ട്രിയോ, ക്യൂബ് ബുക്സോ, സാപ്പോ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതേപോലത്തെ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ടാക്കാനും വേണ്ടി വരും. സോ അങ്ങനെ നിങ്ങൾ കോസ്റ്റ് ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും ഏത് ഫോർമാറ്റിനകത്താണെങ്കിലും ഏത് സോഫ്റ്റ്വെയറിനകത്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിത് MCAയിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏത് ഫോർമാറ്റിനകത്ത് തന്നെ ആയിരിക്കണം? XBRL ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അതെങ്ങനെയാണ്, അല്ലെങ്കിൽ XBRL ഫോർമാറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നിങ്ങൾ ആകെ കൂടെ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും XBRL-ലോട്ടാണ് ആയിരിക്കണം. ആ XBRL-ലോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിരിക്കും അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ കമ്പനീസും ഒരു കോമൺ പോർട്ടൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജ് ഉപയോഗിച്ച് MCAയിലോട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ അല്ലേ. അതിപ്പം ഇന്റർഫോം കമ്പാരിസൺ മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാസ്റ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലും ഈ വർഷത്തെയും കൂടെ ഡീറ്റെയിൽസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു കോമൺ ലാംഗ്വേജ് വേണ്ടേ? അങ്ങനെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന കമ്പാരിസൺ ആണെങ്കിലും അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ XBRL യൂസേഴ്സ് ആണ്. നോക്കി, the XBRL can be applied to a very wide range of business applications including financial and cost data. XBRL applications has applications in the following areas. ഏതൊക്കെ ഏരിയാസിലാണ് XBRL applications വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, okay, the reporting for internal and external purposes by an entity involving financial and cost data and information. That means proper ആയിട്ട് കയറി വരുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനാണ് നമ്മൾ ഈ പറയുന്ന XBRL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. The second one, business reporting to all types of regulators including tax and financial authorities, central banks and governments. ഈ പറയുന്ന ഈ ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ വേറെ ഏതെങ്കിലും വേറെ ഗവൺമെന്റ് സെക്ടേഴ്സിനകത്തോ അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിനകത്തോ ടാക്സ് അതോറിറ്റീസിനകത്തോ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെയും ഏതിൻ്റെ യൂസേജ് കയറി വരും? ഏത് ലാംഗ്വേജിലായിരിക്കണം? XBRL-നകത്തായിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഫയലിംഗ് ഓഫ് ലോൺ റിപ്പോർട്ട്സ് ആൻഡ് അപ്ലിക്കേഷൻസ്, ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റ്സ്. ഓക്കെ, സോ ലോൺ റിപ്പോർട്ട്സോ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും XBRL യൂസ് ചെയ്യണം. ആൻഡ് ദ ഫോർത്ത് വൺ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ്. ഓക്കെ, ഇന്റർ ഗവൺമെന്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫറോ ഈ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഏതിനകത്ത് തന്നെ ആയിരിക്കണം? XBRL-നകത്ത് തന്നെ ആയിരിക്കണം. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ ഒരു റിപ്പോർട്ട്, അത് എങ്ങോട്ട് വേണേലും ആവാം. ഗവൺമെന്റിലോട്ടാവാം, അല്ലെങ്കിൽ ഇന്റർ ഗവൺമെന്റോ ഇന്റർ ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സോ ആവാം, അല്ലെങ്കിൽ ബാങ്കിലോട്ടോ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ അതോറിറ്റീസിനകത്തോട്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഗുലേറ്റേഴ്സിനകത്തോട്ടാവാം, അല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാവാം, എന്തിനു വേണ്ടിയിട്ട് വേണേലും ആവാം. ഇതെല്ലാം ഏത് ലാംഗ്വേജിൽ തന്നെയാണ് കയറി വരുന്നത്? XBRL എന്ന് പറയുന്ന ലാംഗ്വേജിൽ തന്നെയാണ് കയറി വരുന്നത്. മനസ്സിലായി? സോ എക്സാമിന് ചോദിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഏതാണ്? എല്ലാ കാര്യങ്ങളും കയറി വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ 4 കോമൺ കാര്യത്തിനകത്ത് എല്ലാത്തിനകത്തെയും കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഈ XBRL യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. ദ ഫസ്റ്റ് വൺ, ആക്യുറേറ്റ് ആൻഡ് ക്വാളിറ്റി ഡാറ്റ ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത് XBRL-നകത്ത് സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു ഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ, സീംലെസ് ഇന്റഗ്രേഷൻ. ദാറ്റ് മീൻസ് ഈ പറയുന്ന നമ്മുടെ ഡാറ്റാസ് എല്ലാം കൂടെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റും. മനസ്സിലായി? ഈ പറഞ്ഞ എല്ലാ ഈ യൂസ് ചെയ്യുന്ന കുറേ ഡാറ്റാസ് നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാതെ നമുക്കത് സംയോജിപ്പിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്കൊരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. ആണോ? കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, കുറേ ഡിഫറെൻറ്റ് മീനിങ് ഉള്ള കുറേ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിച്ചേർത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് കൊണ്ടുചെത്താൻ പറ്റുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എഫിഷ്യൻറ്റ് ബിസിനസ് പ്രോസസ്സിംഗ് ആൻഡ് ഈസി ലൊക്കേഷൻ ഓഫ് ഡാറ്റ, റിയൽ ടൈം ഡാറ്റ, ബെറ്റർ കവറേജ് ആൻഡ് അനലിസ്റ്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് പറയാം, പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പാരിസൺ എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കും. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ വരും. പിന്നെ ഈ പറയുന്നത് പോലെ ഗവൺമെൻറ് അതോറിറ്റീസിനകത്ത് കയറി വരുന്നൊരു കോമൺ ഇൻഫർമേഷൻ പാറ്റേൺ വരും. ഓക്കെ, സോ ഇതെല്ലാം ഏതിൻ്റെ ബെനിഫിറ്റ്സ് തന്നെയാണ്? XBRL-ൻ്റെ ബെനിഫിറ്റ്സ് തന്നെയാണ്.
ഓക്കെ, വൺസ് അഗൈൻ ആക്യുറേറ്റ് ആൻഡ് ക്വാളിറ്റി ഡാറ്റ ഉണ്ടാവും, സീംലെസ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും, ബിസിനസിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. ആൻഡ് ഡാറ്റയുടെ ലൊക്കേഷൻ എവിടെ നിന്നാണ്, ദാറ്റ് മീൻസ് ഏത് കമ്പനിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നിന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ്, ദാറ്റ് മീൻസ് അവർ എവിടെ നിന്നാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. റിയൽ ടൈം ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ബെറ്റർ കവറേജ് ആൻഡ് അനലിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ബെറ്റർ കവറേജ് എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോളേജ് ഇതിനകത്ത് നിന്നുണ്ടാവും. മനസ്സിലായോ? സോ നെക്സ്റ്റ് വൺ, okay, how can the cost audit report and compliance report is converted into XBRL format? That means നമ്മൾ ഇതുവരെ നമ്മുടെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസോ വെക്കുക നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് XBRL ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണേ? വൺസ് അഗൈൻ നമുക്കറിയാവുന്ന ലാംഗ്വേജ് അനുസരിച്ച് നമുക്കറിയാവുന്ന സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ നമ്മുടെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് XBRLോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു വേർഡിൽ നിന്ന് PDF ആക്കാനോ അല്ലെങ്കിൽ PDF-ൽ നിന്ന് PPT ആക്കാനോ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അതിനകത്തുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് പോലെ ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു രൂപത്തിലോട്ട് മാറ്റണേ. ഇതേപോലെ തന്നെയാണ് ഇവിടെയും പറയണേ. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ കോസ്റ്റ് ഡാറ്റയെ XBRLോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ കുറേ തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ XBRL enabled software packages developed by different software vendors which support the creations of cost reports in XBRL format can be used to create the necessary documents. ദാറ്റ് മീൻസ് ഈ പറയുന്നത് പോലെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കിയിരിക്കുന്ന വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അത് മുഖേന നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? XBRLോട്ട് കൺവേർട്ട് ചെയ്യാം. And the next one, various elements of cost audit report and compliance report can be mapped into XBRL tags of the costing taxonomies using specialized XBRL software tools specifically designed for this purpose. ഓക്കെ, ഇവിടെയും പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്? യൂസിങ് സ്പെഷ്യലൈസ്ഡ് XBRL സോഫ്റ്റ്വെയർ ടൂൾസ്. അതായത് കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് അതിനകത്ത് XBRLൻ്റെ കൺവേർട്ടഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഏതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? XBRLോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ XBRLനകത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സോഫ്റ്റ്വെയറിനകത്ത് ഈ പറയുന്ന വെൻഡേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ കേസ് എല്ലാം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ലാംഗ്വേജ് മനസ്സിലാവില്ലാന്നേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? XBRLൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആൻഡ് third one, the different third-party packages can be integrated into existing accounting system to generate XBRL cost statement. That means ഇവിടെയും കമ്പ്യൂട്ടറിൻ്റെ പാക്കേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ വാങ്ങിച്ചിട്ട് അതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാം? XBRLോട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് വൺ, ദർ ആർ വേരിയസ് വെബ് ബേസ്ഡ് അപ്ലിക്കേഷൻസ്. ദാറ്റ് മീൻസ് ഇവിടെയും ഇൻ്റർനെറ്റിൻ്റെ സഹായം തന്നെയാണ് പറയണേ. വെബ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട് അവൈലബിൾ ദാറ്റ് ടേക്ക് ഇൻ ടു റിപ്പോർട്ട് ഇൻ വേരിയസ് ഫോർമാറ്റ്. അതായത് എക്സലിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർ ദം ടു XBRL. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്ത എക്സലോ വേർഡോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനകത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ഏതിലോട്ട്? XBRLോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള വേരിയസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ആ വേർഡ് കേൾക്കുമ്പോൾ XBRL എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? XBRL തന്നെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനുള്ള കാരണം ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? CFRനകത്ത് പഠിക്കാനുണ്ട്. സോ ഇവിടെ ആകെ കൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിരിക്കുന്ന ഒരു സാധനം ടാക്സോണമിയാണ്. ടാക്സോണമി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? ഇവിടെയും ടാക്സോണമി എന്ന് പറയുന്ന ഒരു വേർഡ് കയറി വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി ആ ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിക്ഷണറി ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മളൊരു ഒരു മലയാളം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് നമ്മളൊരു ലെറ്റർ എഴുതുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡിനും ആ വേർഡ് മീൻ ചെയ്യുന്നത് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിക്ഷണറി ഉണ്ട് അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ XBRLനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സിനും ആ വേർഡ്സിന് ഇക്വലൻ്റ് ആയിട്ട് കയറി വരുന്ന മീനിങ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ മീനിങ് എഴുതിയിരിക്കുന്ന ആ ഡിക്ഷണറി ഫോർമാറ്റിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വേർഡിനും ഒരു ടാക്സോണമി ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാവൂ. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു മീനിങ് കൊടുത്താൽ മാത്രമേ ആ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നതിനെ അസറ്റിലോട്ട് പോകാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഓക്കെ, സോ സാധാരണ രീതിയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 3-4 മാർക്കിന് ചോദിക്കാറുണ്ട്. അതിൽ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് CFR പഠിക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ.